തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും മുങ്ങിമരണത്തിന്റെ വാർത്തകളാണ് വരുന്നത്. കല്ലമ്പലം നാവായിക്കുളത്ത് കുളത്തിൽ വീണ യുവാവിന് ദാരുണാന്ത്യം. പ്ലാച്ചിവട്ടം സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. കുളിക്കുന്നതിനിടെ കാൽ വഴുതി കുളത്തിലേക്ക് വീഴുകയായിരുന്നു. വാമനപുരം നദിയിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. വർക്കല പാലച്ചിറ സ്വദേശി നൌഷാദാണ് മരിച്ചത്. ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഹരി, ഈ രണ്ട് സംഭവങ്ങളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ നാവായിക്കുളത്തെ സംഭവം ഉണ്ടാകുന്നത്. അതായത് കുളത്തിൽ കുളിക്കാനെത്തിയതാണ് ഈ പ്ലാച്ചിവട്ടം സ്വദേശിയായ യുവാവ്. ഈ രഞ്ജിത്ത് എന്ന ആൾ ഇന്ന് വൈകിട്ട് എല്ലാ ദിവസവും ഇവിടെ തന്നെയാണ് കുളിക്കാനെത്തുന്നതെന്നാണ് നമുക്ക് ലഭിച്ച വിവരം. ഇന്ന് വൈകിട്ട് കുളിക്കാനെത്തുന്നത് ഈ കുളിക്കുന്നതിനിടയിൽ കാൽവഴുതി കുളത്തിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് ഈ ദൃക്സാക്ഷികളായ അന്യസംസ്ഥാന തൊഴിലാളികൾ പറയുന്നത്. ഇവർ ഈ യുവാവിനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല. പിന്നീട് ഈ നാട്ടുകാരെ വിവരം അറിയിച്ച് പിന്നീട് അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ എത്തിയാണ് തെരച്ചിൽ. അരമണിക്കൂറോളം തെരച്ചിൽ നടത്തിയാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. സമാനമായ സംഭവമാണ് വാമനപുരത്തും നടന്നത്. ആറ്റിങ്ങൽ പൂവൻപാറ വാമനപുരം നദിയിൽ ഒരു മധ്യവയസ്കനാണ് ഇത്തരത്തിൽ ജീവൻ പൊലിഞ്ഞത്. ഈ പാലച്ചിറ സ്വദേശിയായ നൌഷാദാണ് ഇത്തരത്തിൽ കാൽ വഴുതി കുളത്തിൽ വീണ് മരണപ്പെട്ടത്. ഈ നദിക്കരയിൽ വസ്ത്രങ്ങളും ചെരുപ്പും ഇരിക്കുന്ന കണ്ട നാട്ടുകാരാണ് ഇത്തരം ഫയർഫോഴ്സിൽ വിവരം അറിയിച്ച് തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ഇത്തരം മൃതദേഹം കണ്ടത്. ഏതായാലും ഈ വെള്ളായണി കായലിലെ 3 ജീവനുകൾ പൊലിഞ്ഞതിന് പിറകെയാണ് ഇത്തരത്തിൽ 2 സംഭവങ്ങൾ കൂടി തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. വിജയകുമാർ. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.